Hi students, good afternoon. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതമാണ്. നമ്മൾ തൊട്ട് മുന്നേ ഡെഡ് ലോക്ക് അവോയ്ഡൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ സേഫ് ആൻഡ് അൺസേഫ് സ്റ്റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ വരുന്ന കാറ്റഗറീസ് ആണ്, അതായത് ഡെഡ് ലോക്ക് അവോയ്ഡൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെയാണ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതം. ഓക്കെ, സോ ഈ റിസോഴ്സ് ഗ്രാഫ് അൽഗോരിതത്തിൽ എന്താ പറയുന്നത്? നമുക്കറിയാം, ഒരു റിസോഴ്സസിൽ ചിലപ്പോൾ ഒരു സിംഗിൾ ഇൻസ്റ്റൻസോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഇൻസ്റ്റൻസോ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ റിസോഴ്സസിന് ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഡെഡ് ലോക്ക് സംഭവിക്കും, അല്ലെങ്കിൽ സൈക്കിൾ ഫോം ചെയ്ത് അവിടെ എന്താണ് നമുക്ക് ഡെഡ് ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതായത് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ എന്താണ് ഈ ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഓരോ പ്രോസസ്സിനും ചിലപ്പോൾ അലോക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അവിടെ ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് എന്ത് ചെയ്യും, ഡിക്റ്റേറ്റ് ചെയ്യപ്പെടും. ഇവിടുത്തെ കേസിൽ എന്താണ് നമുക്ക് അൺസേഫ് സ്റ്റേറ്റ് വരുന്നത്, അതായത് നമ്മളെ അൺസേഫ് സ്റ്റേറ്റ് വരിക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ക്ലെയിം എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. ക്ലെയിം എഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭാവിയിൽ ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലെയിം എഡ്ജ് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മളൊരു ഡയറക്റ്റ് ആരോ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ക്ലെയിം എഡ്ജിന് ഡോട്ടഡ് ലൈൻസ് അല്ലെങ്കിൽ ഡാഷഡ് ലൈൻസ് ആണ് എന്തിന് യൂസ് ചെയ്യുന്നത്, ഈ ക്ലെയിം എഡ്ജിനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലെയിം എഡ്ജ് എന്തിനാണ്, നമുക്ക് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ആ ഒരു റിസോഴ്സസിനെ വേണ്ടി വന്നേക്കാം, മേ ബി ഏതെങ്കിലും പ്രോസസ്സിന്. സോ അങ്ങനെയുള്ള റിസോഴ്സസിനെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെയിം എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം യൂസ് ചെയ്യുന്നത്. അത് ഡാഷഡ് ലൈൻസ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്ലെയിം എഡ്ജസ് നമ്മളൊരു പെർട്ടിക്കുലർ പ്രോസസ്സ് അടുത്തൊരു റിസോഴ്സിലേക്ക് ആ ഒരു ക്ലെയിം എഡ്ജ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ക്ലെയിം എഡ്ജ് പിന്നീട് റിക്വസ്റ്റ് എഡ്ജായിട്ട്, നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഡ്ജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിക്വസ്റ്റ് എഡ്ജ്, ഇപ്പം നമ്മൾ പഠിച്ച ക്ലെയിം എഡ്ജ്, അലോക്കേഷൻ, അങ്ങനെ ഒരുപാട് എഡ്ജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിലത്തെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ക്ലെയിം എഡ്ജ് എന്ന് പറഞ്ഞില്ലേ, ക്ലെയിം എഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഭാവിയിൽ വേണ്ടി വന്നേക്കാം എന്നുള്ളൊരു സൂചനയാണ് ഈ ഒരു ക്ലെയിം എഡ്ജ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലെയിം എഡ്ജ് ഇപ്പോൾ ആവശ്യം വന്നു, അപ്പോൾ ഈ ഒരു ക്ലെയിം എഡ്ജ് ഡയറക്റ്റ്ലി റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിക്വസ്റ്റ് എഡ്ജായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, നമുക്കത് ആവശ്യമുണ്ടെന്ന് ആദ്യം ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു, മേ ബി ആവശ്യം വന്നേക്കാം എന്നുള്ളത്. പക്ഷേ പിന്നീട് അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അത് വേണം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ക്ലെയിം എഡ്ജ് ഡയറക്റ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു എ റിക്വസ്റ്റഡ് എഡ്ജായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, then this approach works by denying requests that would produce cycles in the resource allocation graph, taking claim edges into effect. അതായത് മേ ബി നമ്മളിങ്ങനെ ക്ലെയിം എഡ്ജിനെ റിക്വസ്റ്റ് എഡ്ജാക്കി മാറ്റുന്ന സമയത്ത് മേ ബി അവിടെ സൈക്കിൾസ് മേ ബി ഫോം ചെയ്തേക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു ഡയഗ്രാം കാണിച്ച് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഒരുപാട് റിസോഴ്സസ്, P1 P2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രോസസ്സ് ഉണ്ട്, രണ്ട് റിസോഴ്സസ് R1 R2 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രണ്ട് എഡ്ജസ് കാണിച്ചിട്ടുണ്ട്. എഡ്ജസ് ഈ ഒരു ക്ലെയിം എഡ്ജും ഇവിടെ രണ്ട് ക്ലെയിം എഡ്ജും കാണിച്ചിട്ടുണ്ട്. ഈ ഡാഷഡ് ലൈൻസ് കണ്ടില്ലേ, ഈ രണ്ട് ക്ലെയിം എഡ്ജും ഈ ഒരു R2 എന്നുള്ള റിസോഴ്സസിനെ ക്ലെയിം ചെയ്യാണ്, ഫ്യൂച്ചറിൽ ആവശ്യം വരും എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഈ ഒരു ഡയഗ്രാം നോക്കൂ, ഈ R2 P2ലേക്ക് പോണത് കണ്ടോ, അതായത് തൊട്ട് മുന്നേ ഈ P2 R2 എന്ന് പറഞ്ഞ റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. P2 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് R2നെ റിക്വസ്റ്റ് ചെയ്തു അല്ലേ. ഈ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് ക്ലെയിം ചെയ്തിട്ട് പിന്നീടാണ് റിക്വസ്റ്റ് വന്ന സമയത്ത് റിക്വസ്റ്റിനെ നേരെ അലോക്കേറ്റ് ചെയ്തിട്ട് റിക്വസ്റ്റ് എഡ്ജ് പിന്നെ നമുക്ക് അവിടെ അലോക്കേഷൻ സംഭവിച്ചു.
ഓക്കെ, അപ്പോൾ അതെന്താണ്, ഇവിടെ ഒരു അൺസേഫ് സ്റ്റേറ്റ് ഫോം ചെയ്തത്, അതായത് സൈക്കിൾ രീതിയിൽ ഇവിടെ ഫോം ചെയ്തത് കൊണ്ട് നമുക്ക് എന്താണ് അൺസേഫ് സ്റ്റേറ്റിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ മേ ബി ഇത് ചില കേസസിൽ അങ്ങനെ വരാം, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ റിസോഴ്സസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ബാങ്കേഴ്സ് അൽഗോരിതമാണ്. അടുത്ത ബാങ്കേഴ്സ് അൽഗോരിതത്തിൽ എന്താ പറയുന്നത്, അതായത് ഇപ്പോൾ എന്താണ്, ഫോർ റിസോഴ്സ് കാറ്റഗറീസ് ദാറ്റ് കണ്ടെയ്ൻ മോർ ദാൻ വൺ ഇൻസ്റ്റൻസ് ദ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് മെത്തേഡ് ഡസ് നോട്ട് വർക്ക്. അതായത് ഇപ്പോൾ നമ്മുടെ തൊട്ട് മുന്നേ പറഞ്ഞ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്താണ്, ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റൻസുകൾ എന്താണ് ഒരു റിസോഴ്സിൽ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് മേ ബി അത് വർക്ക് ചെയ്യില്ല. അതായത് എല്ലാവർക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഗ്രാഫും മേ ബി എന്താണ് കോംപ്ലക്സ് ആവാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. ഇവിടെ എന്താണ് ബാങ്കേഴ്സ് അൽഗോരിതം എന്താ ചെയ്യുന്നത്, അവരുടെ റിസോഴ്സസിനൊക്കെ എന്താണ് എല്ലാവർക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, ഒന്നും സൈക്കിളൊന്നും ഫോം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷനാണ് ബാങ്കേഴ്സ് അൽഗോരിതം വെക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവരുടെ മാക്സിമം എത്ര റിസോഴ്സ് ആ ഒരു പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ഇത് അവരാദ്യം ചെയ്തു വയ്ക്കും. അതായത് എത്ര റിസോഴ്സസിന് അവർ വേണ്ടി വരും അതിനൊക്കെ റിക്വസ്റ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഷെഡ്യൂളറാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആർക്ക് എന്ത് ഗ്രാൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് കൊടുത്തില്ല, ഏത് റിസോഴ്സ് കൊടുത്താലാണ് സേഫ് സ്റ്റേറ്റിലാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെഡ്യൂളർ എന്ത് ചെയ്യും, തീരുമാനിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് പ്രോസസ്സ് അത് ഗ്രാൻറ്റ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും, അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ സേഫ് സ്റ്റേറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് മെയിൻ എയിം. അപ്പോൾ എപ്പോഴാണോ ബാക്കിയുള്ള റിസോഴ്സസ് പിടിച്ചു വെച്ചിട്ടുള്ള പ്രോസസ്സ്, ചിലപ്പോൾ ചില പ്രോസസ്സുകൾ ചില റിസോഴ്സസിനെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴാണോ അവർ റിലീസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് അവിടെ വരെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഈ ബാങ്കേഴ്സ് അൽഗോരിതത്തിൽ പറയുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അവൈലബിൾ എം ഇൻഡിക്കേറ്റ്സ്, അതായത് നമ്മൾ അവൈലബിൾ മീൻസ് നമ്മൾ എത്ര എണ്ണം അവൈലബിൾ ആയിട്ടുണ്ട് റിസോഴ്സസ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ മാക്സ് ഓഫ് എൻ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാക്സിമം ഓരോ പ്രോസസ്സിനും എത്ര റിസോഴ്സസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ അലോക്കേഷൻ എൻ എം ഇൻഡിക്കേറ്റ്സ് എന്താണ് നമ്പർ ഓഫ് ഈച്ച് റിസോഴ്സ് കാറ്റഗറി അലോട്ടഡ് ടു ഈച്ച് പ്രോസസ്സ്, ഓരോന്നിനും അലോട്ട് ചെയ്തിട്ട് കൊടുത്തത് എങ്ങനെയാണെന്നുള്ളത്. ദെൻ നീഡ് എൻ എം ഇൻഡിക്കേറ്റ്സ് റിമൈനിങ് റിസോഴ്സസ് നീഡഡ് ഫോർ ഈച്ച് പ്രോസസ്സ്. എന്താണ് ബാക്കിയുള്ള റിസോഴ്സസ് എന്താണ് ഓരോ പ്രോസസ്സിനും എങ്ങനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ബാക്കി എത്ര റിസോഴ്സസ് ഉണ്ട് അത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് നീഡ് ഓഫ് എൻ എം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർ സിംപ്ലിഫിക്കേഷൻ ഓഫ് ഡിസ്കഷൻ വി മേക്കിംഗ് ഫോളോയിങ് നൊട്ടേഷൻ ഒബ്സർവേഷൻസ്. അതായത് അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ഈ ഒരു 4 സ്റ്റെപ്പുകൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. അവൈലബിൾ, മാക്സ്, അലോക്കേഷൻ ആൻഡ് നീഡ്. ഇത് സ്കിപ്പ് ചെയ്തുകൊണ്ട് കേട്ടോ, നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇത് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് സേഫ്റ്റി അൽഗോരിതം. സേഫ്റ്റി അൽഗോരിതം എന്താ പറയുന്നത്, നമ്മുടെ വർക്ക് ആൻഡ് ഇവിടെ പറയുന്നത് നമ്മുടെ അൽഗോരിതം എന്താണ് നമ്മുടെ കറൻറ്റ് സ്റ്റേറ്റിനെ സേഫ് ആണോ അല്ലെങ്കിൽ സേഫ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു അൽഗോരിതത്തിൻ്റെ പ്രത്യേകത. സോ അതിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ലെറ്റ് വർക്ക് ആൻഡ് ഫിനിഷ് ബി വെക്ടേഴ്സ് ഓഫ് ലെങ്ത് എം ആൻഡ് എൻ റെസ്പെക്റ്റീവ്ലി. നമ്മളിവിടെ 2 വെക്ടേഴ്സാണ് എടുക്കുന്നത്. ഏതൊക്കെയാണ് വർക്ക് ആൻഡ് ഫിനിഷ്. ഈ 2 വെക്ടേഴ്സാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എമ്മും എന്നും ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വർക്ക് ഈസ് എ വർക്കിംഗ് കോപ്പി ഓഫ് അവൈലബിൾ റിസോഴ്സസ്. വർക്ക് എന്ന് പറയുന്നത് എന്താണ് അവൈലബിൾ റിസോഴ്സസിനെയാണ് വർക്കായിട്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വിച്ച് വിൽ ബി മോഡിഫൈഡ് ഡ്യൂറിങ് ദ അനാലിസിസ്. മേ ബി അത് എന്താണ് നമ്മൾ അലോക്കേഷൻ സമയത്തോ എന്താ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് വരും എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ വെക്ടർ എടുത്തിട്ടുള്ളത് ഫിനിഷ് എന്നുള്ളതാണ്. ഫിനിഷ് എന്താണ്? നമ്മുടെ ഏത് പ്രോസസ്സാണ് എന്നുള്ളതാണ്. വെദർ എ പെർട്ടിക്കുലർ പ്രോസസ്സ് ക്യാൻ ഫിനിഷ്, ഏത് പ്രോസസ്സ് എപ്പോൾ ഫിനിഷ് ചെയ്യുന്നു എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഫിനിഷ് എന്ന് പറഞ്ഞിട്ടുള്ള വെക്ടർ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനീഷ്യലൈസ് വർക്ക് ടു അവൈലബിൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന എന്താണ്? വർക്ക് എന്ന് പറയുന്നത് അവൈലബിൾ ആക്കിയിട്ട് വെക്കുകയാണ്. വർക്ക് എന്തായിരുന്നു? നമ്മുടെ റിസോഴ്സ്. ഓക്കെ, സോ നമ്മൾ വർക്കിനെ എന്താണ്? അവൈലബിൾ ആക്കി വെക്കുകയാണ്. ആൻഡ് ഫിനിഷ് ടു ഫാൾസ് ഫോർ ആൾ എലമെൻറ്റ്സ്. ഫിനിഷ് എന്താക്കി വെക്കുകയാണ്? ഫിനിഷ് മീൻസ് എന്താണ്? നമ്മളുടെ പ്രോസസ്സ് ഓക്കെ എപ്പോൾ ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളത് ഫാൾസ് ആക്കി വെക്കുകയാണ് ഫോർ ഓൾ എലമെൻറ്റ്സ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ്? ഫൈൻഡ് ആൻ ഐ സച്ച് ദാറ്റ് ബോത്ത് എ ഫിനിഷ് ഐ ഈക്വൽ ടു ഫാൾസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫസ്റ്റ് ഫിനിഷ്, അതായത് നമ്മുടെ പ്രോസസ്സ് എന്താണ്? ഫാൾസ് ആക്കി വെക്കുകയാണ്, അതായത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് മീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു ഫാൾസ് ആക്കി വെക്കുകയാണ്. ദെൻ ബി എന്താണ്? നീഡ് ഐ ലെസ് ദാൻ വർക്ക്. നീഡ് എന്താണ്? നമുക്ക് എത്ര റിസോഴ്സ് വേണം എന്നുള്ളത്. നീഡ് ലെസ് ദാൻ വർക്ക് മീൻസ് എന്താണ്? ഓൾറെഡി ഉള്ള വർക്ക്, അതായത് റിസോഴ്സസ്. അപ്പോൾ എന്താണ്? ദിസ് പ്രോസസ് ഹാസ് നോട്ട് ഫിനിഷ്ഡ്. അപ്പോൾ എന്താണ്? നമ്മുടെ പ്രോസസ്സ് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ബട്ട് കുഡ് വിത്തിൻ ദ ഗിവൺ അവൈലബിൾ വർക്കിംഗ് സെറ്റ്. ദെൻ ഇഫ് നോ സച്ച് ഐ എക്സിസ്റ്റ് ഗോ ടു സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4ൽ എന്താ പറയുന്നത്? ഫിനിഷ് ഐ ഈക്വൽ ടു ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ, ഫിനിഷ് ഐ എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രോസസ്സ് ഈക്വൽ ടു ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? സേഫ് സ്റ്റേറ്റിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ഓക്കെ, ബിക്കോസ് എ സേഫ് സീക്വൻസ് ഹാസ് ബീൻ ഫൗണ്ട്. ട്രൂ ആയി കഴിഞ്ഞാലാണ് അവർ സേഫ് സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, ദെൻ അല്ല നേരെ മറിച്ചാണ് എന്നുണ്ടെങ്കിൽ തേർഡ് സ്റ്റെപ്പിലേക്കാണ്. എന്താണ് തേർഡ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? വർക്ക് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ ഓഫ് ഐ ആൻഡ് സെറ്റ് ഫിനിഷ് ഐ ടു ട്രൂ. വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ റിസോഴ്സസ് എന്ത് ചെയ്യും? പ്ലസ് അലോക്കേഷൻ, അതായത് റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യും? ഓരോ പ്രോസസ്സിനും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ ഫിനിഷ് എന്ത് ചെയ്യും? ട്രൂ ആക്കി കൊടുക്കും. അതായത് എന്താ? റിസോഴ്സസ് ഒക്കെ ഓരോ പ്രോസസ്സിനും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ട്രൂ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഫിനിഷ് ആയി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, ദിസ് കറസ്പോണ്ട്സ് ടു പ്രോസസ് ഐ ഫിനിഷിംഗ് അപ്പ് ആൻഡ് റിലീസിങ് ഇറ്റ്സ് റിസോഴ്സസ് ബാക്ക് ടു ദ വർക്ക് പൂൾ. അതായത് അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ആ റിസോഴ്സസിനൊക്കെ യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ആ റിസോഴ്സസിനെ റിലീസ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് സേഫ്റ്റി അൽഗോരിതം. ഓക്കെ, ദെൻ അതിൻ്റെ താഴെയുള്ള JTB മോഡിഫിക്കേഷൻ ഇല്ലേ, അത് നിങ്ങൾ എഴുതണ്ട കേട്ടോ. ഇത്രയും 4 സ്റ്റെപ്പുകൾ എഴുതുക. നെക്സ്റ്റ് വരുന്നത് റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം. റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതത്തിൽ എന്താണ് വരുന്നത്? അതായത് ഇവിടെ നമ്മൾ എന്താണ് ഫസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യണം ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ലോക്ക് സംഭവിക്കുമോ അല്ലെങ്കിൽ സേഫ് സ്റ്റേറ്റ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ എന്താണ്? ദിസ് അൽഗോരിതം ഡിറ്റർമൈൻസ് ഇഫ് എ ന്യൂ റിക്വസ്റ്റ് ഈസ് സേഫ് ആൻഡ് ഗ്രാൻസ് ഇറ്റ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് സേഫ് ടു ഡു സോ. അതായത് നമ്മൾ നമുക്കറിയില്ല ഒരു റിസോഴ്സസിന് വേണ്ടി നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സൈക്കിൾ ഫോം ചെയ്യുമോ അല്ലെങ്കിൽ സേഫ് സ്റ്റേറ്റ് ആവോ അൺസേഫ് സ്റ്റേറ്റ് ആവോ എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താണ്? ഈ ഒരു അൽഗോരിതം എന്താണ്? അത് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അത് സേഫ് സ്റ്റേറ്റിലായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു റിക്വസ്റ്റ് ഗ്രാൻറ്റ് ചെയ്യുള്ളൂ. സേഫ് സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ നമ്മൾ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഓക്കെ, ദെൻ വെൻ എ റിക്വസ്റ്റ് ഈസ് മെയ്ഡ്, നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? പ്രിറ്റൻഡ് ഹാസ് ബീൻ ഗ്രാൻറ്റഡ്. നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ അത് ഗ്രാൻറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ സീൻ ഇഫ് ദ റിസൾട്ടിങ് സ്റ്റേറ്റ് ഈസ് എ സേഫ് വൺ. അതായത് സേഫ് വൺ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ലെറ്റ് റിക്വസ്റ്റ് ഓഫ് NM ഇൻഡിക്കേറ്റ്. ഓരോ സ്റ്റെപ്പ് നോക്കൂ. റിക്വസ്റ്റ് NM എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ദ നമ്പർ ഓഫ് റിസോഴ്സസ് ഓഫ് ഈച്ച് ടൈപ്പ് കറൻ്റ്ലി റിക്വസ്റ്റഡ് ബൈ പ്രോസസ്സ്. അതായത് ഇപ്പോൾ കറൻ്റ്ലി പ്രോസസ്സസ് റിക്വസ്റ്റ് ചെയ്ത റിസോഴ്സസിനെയാണ് റിക്വസ്റ്റ് NM റിക്വസ്റ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ ഇഫ് റിക്വസ്റ്റ് I ഗ്രേറ്റർ ദാൻ നീഡ് ഓഫ് I. നമുക്ക് റിക്വസ്റ്റ് ചെയ്തത് എന്താണ്? ഗ്രേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ
അതായത് നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, അതിനേക്കാളും കൂടുതൽ നമ്മൾ എന്താ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് ഒരു റേസ് കണ്ടീഷൻ ഉണ്ടാവും, മീൻസ് ഒരു എറർ കണ്ടീഷൻ ഫോം ചെയ്യും. ഓക്കെ, ദെൻ ഇപ്പോൾ റിക്വസ്റ്റ് അവൈലബിളിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ എന്താണ്, ദ പ്രോസസ് മസ്റ്റ് വെയിറ്റ് ഫോർ റിസോഴ്സ്. അതായത് നമ്മളെന്താണ് അത് അത് എപ്പോഴാണോ അവൈലബിൾ, അതായത് മറ്റുള്ളവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മീനിങ്. ആ മറ്റുള്ളവർ യൂസ് ചെയ്ത് അത് കിട്ടുന്നത് വരെ എന്ത് ചെയ്യും, ഇവർ ഈ ഒരു പ്രോസസ്സ് വെയിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഗോ ടു സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3യിലേക്ക് പോകും. എന്താ സ്റ്റെപ്പ് 3യിൽ പറയുന്നത്, ചെക്ക് ടു സീ ഇഫ് ദ റിക്വസ്റ്റ് ക്യാൻ ബി ഗ്രാൻറ്റഡ് സേഫ്ലി ബൈ പ്രിറ്റൻഡിങ് ഇറ്റ് ഹാസ് ബീൻ ഗ്രാൻറ്റഡ് ആൻഡ് സീയിങ് ഇഫ് ദ റിസൾട്ടിങ് സ്റ്റേറ്റ് ഈസ് സേഫ്. അതായത് സേഫ് സ്റ്റേറ്റിൽ ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ അല്ലേ. അല്ല ഇനിയിപ്പോൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, മറ്റൊരു പ്രോസസ്സൊക്കെയാണ് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുവരെ നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ ഇതിൽ അവൈലബിൾ ഈക്വൽ ടു അവൈലബിൾ മൈനസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് ചെയ്ത നമ്മളുടെ റിസോഴ്സസ് ഈ അവൈലബിൾ ആയിട്ടൊന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ കിട്ടുന്നത്. ദെൻ അലോക്കേഷൻ ഈക്വൽ ടു അലോക്കേഷൻ പ്ലസ് റിക്വസ്റ്റ്. ദെൻ നീഡ് ഈക്വൽ ടു നീഡ് മൈനസ് റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ. എങ്ങനെയാണ് ഒരു ഡെഡ് ലോക്ക് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാം. ഓക്കെ, ഇഫ് ഡെഡ് ലോക്സ് ആർ നോട്ട് അവോയ്ഡഡ് ദെൻ അതർ അപ്രോച്ച് ഈസ് ടു ഡിറ്റക്ട്. അതായത് നമുക്കിപ്പോൾ ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നേരത്തെ മുന്നേ പറഞ്ഞത് ഡെഡ് ലോക്ക് അവോയ്ഡൻസ് ആയിരുന്നു അല്ലേ. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഡിറ്റക്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിൽ നമ്മൾ ചെയ്യുന്നത് സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ഈച്ച് റിസോഴ്സ് ടൈപ്പ്. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ തൊട്ട് മുന്നൊരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ടായിരുന്നു, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അല്ലേ. ഇവിടെ നമ്മൾ വെയിറ്റ് ഫോർ ഗ്രാഫാണ് യൂസ് ചെയ്യുന്നത്. വെയിറ്റ് ഫോർ ഗ്രാഫ് എന്താണ്, അതായത് വി ക്യാൻ യൂസ് എ വേരിയേഷൻ ഓഫ് ദ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. അത് നമ്മുടെ ഓൾറെഡി ഉള്ള റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിന് ചെറിയൊരു വേരിയേഷനാണ് ഈ ഒരു വെയിറ്റ് ഫോർ ഗ്രാഫിൽ വരുന്നത്. ഇതെങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്, അതായത് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു വെയിറ്റ് ഫോർ ഗ്രാഫ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ്, നമ്മുടെ ഡയഗ്രത്തിൽ കാണിച്ചതുപോലെ ഫസ്റ്റത്തെ എ എന്ന് പറഞ്ഞ ഡയഗ്രം കണ്ടോ. എ ഡയഗ്രത്തിൽ എന്താ പറയുന്നത്, ഇവിടെ കുറേ പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്, P1 P2 P3 P4 ആൻഡ് P5. ഈ ഓരോ പ്രോസസ്സും എന്താണ് R1 R2 R3 അങ്ങനെ ഒരുപാട് റിസോഴ്സസിനെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്ത റിസോഴ്സസിൽ നമ്മൾ കൺവേർട്ടഡ് ടു എന്താണ് വെയിറ്റ് ഫോർ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇവിടെയുള്ള റിസോഴ്സസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് എന്താണ്, അവരെ കാണിക്കില്ല. വെയിറ്റ് ഫോർ ഗ്രാഫിൽ ആ എഡ്ജസ്, അതായത് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത എഡ്ജസിനെയും നമ്മൾ എന്ത് ചെയ്യില്ല, കാണിക്കില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും P1 P2 P3. ഇതാ P1 P2 P3 പറഞ്ഞിട്ട് ഈ ഒരു 3 റിസോഴ്സസ്, ദെൻ P4ഉം P5ഉം, ആ 4 പ്രോസസ്സസും അവിടെ ഉണ്ട്. പിന്നെ എന്താണ്, ഇവിടെ ആർക്ക് എന്തൊക്കെയാണ് കൊടുത്തത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ P1 ഈ ഫസ്റ്റത്തെ ഡയഗ്രം നോക്കൂ. P1 R1 റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ R1 ആർക്കാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്, P2നാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ്, ഇവിടെ നമ്മൾ P1 P2ലേക്ക് ഒരു ആരോ കൊടുത്തിട്ടുണ്ട് ഈ രണ്ടാമത്തെ ഡയഗ്രത്തിൽ കണ്ടോ. ദെൻ P2 P3ലേക്ക്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിന്ന് ആണ് നമ്മളത് വരയ്ക്കുന്നത്. ഓക്കെ, ഈ ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ നിന്നാണ് നമ്മളിത് ഫോം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും.
ഈ റിസോഴ്സസിനൊക്കെ ഒഴിവാക്കും. എന്നിട്ട് നമ്മൾ എങ്ങോട്ടേക്കാണ് ആരോ പോകുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വെയിറ്റ് ഫോർ ഗ്രാഫ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ പറയുന്നത്. ദെൻ പിന്നെ സെവറൽ ഇൻസ്റ്റൻസ് ഓഫ് റിസോഴ്സ് ടൈപ്പ്, ഇത് നിങ്ങൾ എഴുതണ്ട, അത് അത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ല. ദെൻ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് റീകവറി ഫ്രം ഡെഡ് ലോക്ക്. എങ്ങനെയാണ് ഒരു ഡെഡ് ലോക്കിൽ നിന്ന് റീകവറി ചെയ്യാം. 3 മെത്തേഡ്സ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ 3 അപ്രോച്ചസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇൻഫോം ദ സിസ്റ്റം ഓപ്പറേറ്റർ. ഓപ്പറേറ്ററെ ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ ആൻഡ് അലോ ഹിം ഓർ ഹെർ ടു ടേക്ക് മാനുവൽ ഇൻ്റർവെൻഷൻ. അതായത് അവർക്ക് ഇപ്പോൾ ഫർദർ പ്രൊസീജിയേഴ്സ് എന്താണോ ഇനി ചെയ്യാനുള്ളത് വെച്ചാൽ അവരെ അതിന് അലോ ചെയ്യാം. ദെൻ ടെർമിനേറ്റ് വൺ ഓർ മോർ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ ദ ഡെഡ് ലോക്ക്. ഡെഡ് ലോക്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒന്നോ അതിൽ കൂടുതൽ പ്രോസസ്സിനെ എന്ത് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക. ദെൻ തേർഡ് വൺ, പ്രീംപ്റ്റ് റിസോഴ്സിനെ എന്ത് ചെയ്യുക, പ്രീംപ്റ്റ് ചെയ്യുക. ഇനി അതിൽ പ്രോസസ് ടെർമിനേഷനാണ്. പ്രോസസ് ടെർമിനേഷനിൽ എന്താ വരുന്നത്, 2 ബേസിക് അപ്രോച്ചസ് ആണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ, ടെർമിനേറ്റ് ഓൾ പ്രോസസ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ഡെഡ് ലോക്ക്. അതായത് ഡെഡ് ലോക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രോസസ്സിന് എന്ത് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യാൻ മീൻസ് ഒഴിവാക്കുക. ദെൻ ദിസ് ഡെഫിനറ്റ്ലി സോൾവ്സ് ദ ഡെഡ് ലോക്ക്. അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ, നമുക്ക് അവിടെ ഒരു ഡെഡ് ലോക്ക് ഫോം ചെയ്യില്ല. ബട്ട് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ടെർമിനേറ്റിംഗ് മോർ പ്രോസസ്സസ് ദാറ്റ് വുഡ് ബി അബ്സല്യൂട്ട്ലി നെസസറി. അതായത് എന്താണ്, ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകളൊക്കെ ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരാനും സാധ്യതയുണ്ട്. ദെൻ ടെർമിനേറ്റ് പ്രോസസ് ബൈ വൺ അൺടിൽ ദ ഡെഡ് ലോക്ക് ഈസ് ബ്രോക്കൺ. അതായത് നമ്മളെന്താ ചെയ്യുന്നത്, ഡെഡ് ലോക്ക് ഇവിടെ ഈ പ്രോസസ് ടെർമിനേഷനിൽ എന്താണ്, ഈ ഡെഡ് ലോക്ക് ബ്രോക്കൺ ചെയ്യുന്നത് വരെ നമ്മൾ ഓരോ പ്രോസസ്സിനെയും എന്ത് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ ഇതിൽ വരുന്നത് ബട്ട് റിക്വയർസ് ഡൂയിങ് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. അതായത് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഡെഡ് ലോക്ക് സംഭവിച്ചു, ആ സംഭവിച്ച പ്രോസസ്സ് എവിടെയാണോ അതിനെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ചെക്ക് ചെയ്യണം, ഇനി ഡെഡ് ലോക്ക് വരുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. എന്നിട്ടാണ് എന്ത് ചെയ്യണത്, അടുത്ത പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, then in the later case there are many factors that can go into deciding which process to terminate next. അതായത് നമ്മൾ ടെർമിനേറ്റ് ചെയ്യാൻ നോക്കുന്ന പ്രോസസ്സ് ഓരോന്നും ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യാനുണ്ട്. അതാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെയാണ് പ്രോസസ് പ്രയോറിറ്റി. പ്രോസസ്സിൻ്റെ പ്രയോറിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ടെർമിനേറ്റ് ചെയ്യാൻ. ദെൻ എന്താണ്, ഹൗ ലോങ് ദ പ്രോസസ് ഹാസ് ബീൻ റണ്ണിങ് ആൻഡ് ഹൗ ക്ലോസ് ഇറ്റ് ടു ഫിനിഷിങ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ്സ് എത്ര സമയം അത് റൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഹൗ മെനി ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് റിസോഴ്സ് ഈസ് ദ പ്രോസസ് ഹോൾഡിങ്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം, ആ പ്രോസസ്സ് എന്ത് ടൈപ്പ് റിസോഴ്സ് ആണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് എന്ത് ചെയ്യണം, നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ ഹൗ മെനി മോർ റിസോഴ്സസ് ഡസ് ദ പ്രോസസ് നീഡ് ടു കംപ്ലീറ്റ്. അതായത് എത്ര റിസോഴ്സസ് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ഹൗ മെനി പ്രോസസ് വിൽ നീഡ് ടു ടെർമിനേറ്റ്. എത്ര പ്രോസസ്സ് ഇനി ടെർമിനേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ഡിസൈഡ് ചെയ്യണം. ദെൻ വെൻ ദ പ്രോസസ് ഈസ് ഇൻട്രാക്റ്റീവ് ഓർ ബാച്ച്. അതായത് നമ്മളെ പ്രോസസ്സ് ഏത് ടൈപ്പാണ്, ഇൻട്രാക്റ്റീവ് ആണോ അല്ലെങ്കിൽ ബാച്ച് ആണോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. ദെൻ 7th വൺ, വെദർ ഓർ നോട്ട് ദ പ്രോസസ് ഹാസ് മെയ്ഡ് നോൺ റീസ്റ്റോറബിൾ ചേഞ്ചസ് ബൈ ടു എനി റിസോഴ്സ്. ഇവിടെ എന്താണ്, നമുക്ക് റിസോഴ്സസിന് എന്ത് ചെയ്യാണ്, റീസ്റ്റോർ ചെയ്യാൻ പറ്റാതെ അവരെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെ റീസ്റ്റോർ ചെയ്യാതെ അവർ തന്നെ പ്രോസസ്സ് തന്നെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് റിസോഴ്സ് പ്രീംപ്ഷനാണ്. റിസോഴ്സ് പ്രീംപ്ഷനിൽ എന്താ വരുന്നത്, വെൻ പ്രീംപ്റ്റിംഗ് റിസോഴ്സസ് ടു റിലീവ് ഡെഡ് ലോക്ക് ദർ ആർ 3 ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ടു ബി ഡിസ്കസ്ഡ്. അതായത് റിസോഴ്സ് പ്രീംപ്ഷനിൽ നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. സെലക്ടിങ് എ വിക്ടിം, ദെൻ റോൾ ബാക്ക് ആൻഡ് സ്റ്റാർവേഷൻ. സെലക്ടിങ് എ വിക്ടിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസൈഡിങ് വിച്ച് റിസോഴ്സ് ടു പ്രീംപ്റ്റ് ഫ്രം വിച്ച് പ്രോസസ് ഇൻവോൾവ്സ് മെനി ഓഫ് ദ സെയിം ഡിസിഷൻ ക്രൈറ്റീരിയ
ഔട്ട്ലൈൻഡ് എബവ്. അതായത് നമുക്ക് ഏത് റിസോഴ്സ് ഏത് പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഡിസിഷൻ ക്രൈറ്റീരിയ. അതായത് നമുക്കറിയില്ല ഏതൊക്കെ റിസോഴ്സസ് ഏതൊക്കെ പ്രോസസ്സുകളാണ് യൂസ് ചെയ്യുന്നതെന്നും, പക്ഷേ നമ്മളത് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഡിസൈഡ് ചെയ്യണം ആർക്ക് എന്ത് റിസോഴ്സ് കൊടുക്കണം എന്നുള്ളത്. അതാണ് സെലക്ടിങ് എ വിക്ടിം എന്ന് പറയുന്നത്. ദെൻ റോൾ ബാക്ക്. റോൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ നമ്മൾ പ്രോസസ്സിന് എല്ലാ റിസോഴ്സസും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതെന്താണ് റിലീസ് ചെയ്യുന്നൊരു പ്രോസസ്സില്ലേ, അതായത് അവരുടെ സേഫ് സ്റ്റേറ്റിൽ നിന്ന്, അതായത് സേഫ് സ്റ്റേറ്റിൽ അതെല്ലാം യൂസ് ചെയ്ത് റിസോഴ്സസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു, ദെൻ അത് ബാക്ക് ടു അവർ റിലീസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റില്ലേ, അതിനെയാണ് ബാക്ക് ടു ദ ബിഗിനിങ് സ്റ്റേറ്റിനെയാണ് പറയുന്നത് റോൾ ബാക്ക് എന്ന്. ദെൻ സ്റ്റാർവേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇപ്പോൾ റിസോഴ്സസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്, അല്ലേ? സോ ഈ ഒരു റിസോഴ്സ് പ്രിംഷനിൽ ഈ സ്റ്റാർവേഷൻ എന്ന് പറയുന്ന ക്രൈറ്റീരിയയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് തേർഡ് മൊഡ്യൂളാണ് എടുക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ താങ്ക് യു.